എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സുധാകരൻ മാഷ് വല്ലാത്തൊരു സങ്കടത്തിലാണ് വിക്രത്തെ കുറിച്ച് ഓർത്തിട്ട്. സുധാകരൻ മാഷ് പറയുന്നത് കേട്ടിട്ട് കമലയ്ക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം മാഷ് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന വിക്രം, പക്ഷെ വിക്രം ഇങ്ങനെ തലതിരിഞ്ഞു പോയതില് മാഷിന് നല്ല വേദനയുണ്ട്. പക്ഷെ അത് പുറത്തറിയിക്കുന്നില്ലെന്ന് മാത്രം. പിന്നീട് മാഷിനോട് കമൽ പറഞ്ഞു, അതെ മാഷെ പട്ടിണി കിടക്കരുത്, കാരണം ഞാൻ വേണേ വേറെ ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറയണേ. വേണ്ട, ഇനി എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ കിടന്നോളാന്ന് പറയാം. നിനക്കറിയാലോ കമലെ, ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അവനെ ഓർത്തിട്ട്. പക്ഷെ ഞാൻ പുറമെ കാണിക്കുന്നില്ലെന്നുള്ളൂ, എന്റെ മനസ്സ് ഓരോ നിമിഷം നീറിക്കൊണ്ടിരിക്കുവാന്ന് പറയാം. കമല പറഞ്ഞു, എനിക്കറിയാം മാഷെ, മാഷിന്റെ വേദനയും വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പെറ്റമ്മയല്ലേ, ആരൊക്കെ എന്തൊക്കെ അവനെ പറഞ്ഞാലും തഴഞ്ഞു കളഞ്ഞാലും എനിക്ക് അവനെ തഴയാൻ കഴിയില്ലല്ലോ. ഒരു പെറ്റമ്മയ്ക്ക് എല്ലാ മക്കളും ഒരേപോലെ അല്ലേന്ന് ചോദിക്കുകയാണ്. മാഷ് പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ എന്റെ 3 മക്കളിലെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എനിക്ക് അവനിലായിരുന്നു. അവൻ നന്നാവും, അവൻ ഈ കുടുംബത്തെ കരകയറ്റും. എല്ലാ കാര്യത്തിലും അവൻ മിടുക്കനായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ കമല അവൻ ഇങ്ങനെയായി പോയത്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. മാഷിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വേദനിക്കണ്ടെന്ന് പറയാം. കമലയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് കമലയുടെ വിഷമം കണ്ടപ്പോ മാഷിനും വിഷമമായിപ്പോയി. മാഷി കമലയെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചിട്ട് പോട്ടെ, സാരമില്ല, കാരണം എനിക്ക് ആ കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അതിന്റെ ജീവിതം കൂടെ തകർന്നു പോകുകയാണല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അതൊരു നല്ലൊരു പെൺകുട്ടിയാണ്, നല്ല കഴിവും വിദ്യാഭ്യാസം ഉണ്ട്. ഇവിടെ വന്ന് കിടന്നിട്ട് വെറുതെ എന്തിനാ ഒരു ഗുണ്ടയോടൊപ്പം ചേർന്ന് അതിന്റെ ജീവിതം കൂടെ തീരുന്നതെന്ന് ചോദിക്കാം. എനിക്കറിയാം മാഷെ, മാഷ് അല്ലാതെ ഒരു കാരണവശാലും വേദനയെ വെറുക്കില്ലെന്നറിയാം. പക്ഷെ അവള് നല്ല കുട്ടിയാ, അവള് വിക്രത്തിന് ചേരുന്ന പെൺകുട്ടിയാ. ഒരു പക്ഷേങ്കില് വിക്രത്തിന്റെ സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് അവളെ കൊണ്ട് സാധിച്ചാലോ. അങ്ങനെ നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റുള്ളൂ കമലെ, അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത്രയും കാലമായിട്ട് അവനെ നേരെയാൻ പറ്റിയിട്ടില്ല. ഒരു മാഷെന്ന നിലയില് ഞാൻ വലിയ പരാജയമായി പോയി. കാരണം എന്റെ 3 മക്കളും ഈ രീതിയിലായി പോയല്ലോ. പക്ഷെ വിക്രം മാത്രം എങ്ങനെ ഏറ്റവും കൂടുതൽ തലതിരിഞ്ഞ് ഈ ഗുണ്ടാപ്പണിയിലേക്ക് പോയിരിക്കുന്നേ. ഓരോരുത്തരും ഓരോന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോവുക. ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാമെന്ന് ചോദിക്കാം. കമൽ പറഞ്ഞു, പോട്ടെ മാഷെ, അവനൊരു നല്ലൊരു ദിവസം വരും, അവൻ നന്നാവുന്നൊരു ദിവസം വരും. മാഷ അവനെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു നിമിഷം വരും എന്ന് പറയാം. മാഷ് പറഞ്ഞു, അങ്ങനെ ഒരു ദിവസം ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ ഒന്ന് കണ്ടിട്ട് കണ്ണടയ്ക്കണം എന്ന് എനിക്കൊരു മോഹമുണ്ട്. അത് ഈ ജീവിതത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. പക്ഷെ കമല വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. കമല സുധാകരൻ മാഷിനെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്തും വർഷയും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. എങ്ങനെ വേദയെ തിരികെ കൊണ്ടുവന്നാൽ മതിയുള്ളൂ. വേദയെ തിരികെ കൊണ്ടുവരുവാണെങ്കിൽ ആദർശമായിട്ടുള്ള വിവാഹം നടത്താം. അങ്ങനെ നടത്തുവാണെങ്കിൽ, അല്ല ആദർശല്ല, സോറി, ദർശനമായിട്ടുള്ള വിവാഹം നടത്താം. ഇപ്പോഴാണെങ്കിലും ദർശൻ വേദയെ വിവാഹം കഴിക്കാൻ ഒരുക്കണം. കാരണം അവർക്കറിയാം ഈ പറയുന്ന വേദയും വിക്രം തമ്മിൽ ഒരു റിലേഷൻ ഇല്ല. ഒരു ചരട് മാത്രം കയറിയിട്ടുണ്ടെന്നുള്ളൂ, ഒരു താലിച്ചരട്. അതിനെ അപ്പുറത്തേക്ക് അവർ തമ്മിൽ ഒന്നാകുകയോ അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അറിയാം. അങ്ങനെ വർഷയെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേദനയും കൂടെ കൊണ്ടുവരണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ആ വീട്ടിലുള്ള ആരെങ്കിലും കയ്യിലെടുത്താൽ മതിയാവളെന്ന് പറയാം. അപ്പൊ ആരെ കയ്യിലെടുക്കാനാ? അവിടുത്തെ ഒരുത്തനുണ്ട്, ഒരു വിനയൻ എന്ന് പറയുന്നേ, അവനെ കയ്യിലെടുത്താലോ? അവൻ അല്ലറ ചില്ലറ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ആയിട്ട് നടക്കുന്ന, പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവനാന്ന് കേട്ടിട്ടുണ്ട്. ഇച്ചിരി പണക്കുതിയനാണ്. അങ്ങനെ അവനെ കയ്യിലെടുക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ നടത്താന്ന് പറയാണ്. അന്ന് ആ വഴിക്കൊന്ന് നോക്കാന്ന് പറയാണ്. അങ്ങനെ വിനയനെ കാണാനായിട്ട് ശ്രീകാന്തും വർഷയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ വിനയനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തുവാണ്. അങ്ങനെ അവർ അവിടെ വെച്ചിട്ട് വിനയനും അവന് സംസാരിക്കുവാണ്, ശ്രീകാന്തും വർഷയും കൂടെ. ശ്രീകാന്ത് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ ഞങ്ങള് എത്രമാത്രം വേദനയോടെ ഇപ്പം കഴിയണേന്ന്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ജസ്റ്റിസ് ശങ്കരനാരായണ മോള് ഒരു വഴിപിഴച്ച ഒരുത്തന്റെ കൂടെ പോയെന്ന് അറിഞ്ഞപ്പോ മുതല് ഞങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ പോലും ഞങ്ങൾക്ക് തലയുർത്തി പിടിച്ച് നിൽക്കാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊന്നും ഞങ്ങൾക്കൊന്ന് കരകയറണമെങ്കിൽ ഞങ്ങൾക്ക് വേദന വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. അതിന് വിനയന്റെ ഒരു സഹായം വേണമെന്ന് പറയാം. വിനയൻ പറഞ്ഞു, അതിനിപ്പോ എനിക്കെന്ത് സഹായം ചെയ്യാൻ പറ്റും? പണം എത്ര വേണം തരാം, എങ്ങനെയെങ്കിലും വേദന അവിടെ നിന്ന് അടിച്ചിറക്കണം, വേദ വീട്ടിലേക്ക് തിരികെ വരണം, അത് മാത്രം ഞങ്ങളുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എത്ര രൂപ വേണം ചെലവാക്കാൻ ഞങ്ങൾ സമ്മതമെന്ന് പറയാണ്. ഇത് കേട്ടതും വിനയൻ ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവളെ വിളിച്ചുകൂടാന്ന് ചോദിക്കാം. ഞങ്ങൾ വിളിച്ച അവള് വരത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഇത് കേട്ടതും വർഷ പറഞ്ഞു, ശ്രീകാന്തേട്ടൻ പറഞ്ഞു, ശരിയാ, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ നിങ്ങൾ വിചാരിച്ച സാധിക്കും. നിങ്ങളുടെ വീട്ടിലല്ലേ കഴിയണേ. നിങ്ങൾ അവളെ മനഃപൂർവ്വം ടോർച്ചർ ചെയ്യുവാണെങ്കിൽ അവൾക്ക് അവിടെ നിക്കിക്കളിയില്ലാതെ തന്നാൽ അവൾ അവസാനം അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടതായിട്ട് വരും.
അങ്ങനെ എന്തേലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന പണം തരാന്ന് പറയണം. പണം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വിനയം ചാടി വീഴൂലേ? വിനയം പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് വിനയം ഭയങ്കര സന്തോഷത്തോടു കൂടിട്ടാ വീട്ടിലേക്ക് വരുന്നത്. എങ്ങനെ വേദന ഇവിടുന്ന് അടിച്ചിറക്കണം, വേദന അടിച്ചിറക്കിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. വലിയ ഗിഫ്റ്റ് തന്നെ തനിക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ആ ഒരു സന്തോഷത്തോടെ വന്നു കഴിയുമ്പത്തേനും നന്ദിനി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. എന്താ വിനയേട്ടാ ഭയങ്കര സന്തോഷത്തോടെ ആണല്ലോ, ഇന്ന് എന്തെങ്കിലും ബിസിനസ് വല്ലതും നടന്നോന്ന് ചോദിക്കണം. പിന്നെ നടന്നോന്നോ? ഒരു വലിയ ബിസിനസ് തന്നെ നടന്നേന്ന് പറയണം. ലോട്ടറി അടിച്ചെന്ന് പറയാണ്. ലോട്ടറി അടിച്ചോ? ഓ രക്ഷപ്പെട്ട എന്റെ ഭഗവാനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീടും സ്ഥലവും മേടിക്കാനുള്ള വല്ല പൈസ, അത്രയും പൈസ ലോട്ടറി അടിച്ചോന്ന് ചോദിക്കാം. നീ ഒന്ന് കിടന്ന് പിടയ്ക്കാൻ നിൽക്കേ. എന്താ വിനയേട്ട കാര്യം എന്താന്ന് പറ. അതിന് ചില തന്ത്രങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കണമെന്ന് പറയാണ്. തന്ത്രങ്ങളോ? എന്ത് തന്ത്രങ്ങള്? അതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് വിനയനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് നന്ദിനിനെ. നമ്മുടെ ലോട്ടറി ആരെന്നറിയോ? ഭേദയാന്ന് പറയാണ്. ഭേദയോ? അവളെങ്ങനെ ലോട്ടറിയാന്ന്? അതെ, അവളുടെ ആങ്ങളെ നാത്തൂനും ഇന്നലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ അവര് വലിയ തുക തന്നെ നമുക്ക് സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആഹാ അത് കൊള്ളാലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളൊരു വേദയല്ല, വേതാളവാ. അവളെ പെട്ടെന്നൊന്നും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പറ്റില്ല. എന്തേലും തന്ത്രം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. ഇത് കേട്ടെന്ന് നന്ദിനി പറഞ്ഞു. പെട്ടെന്ന് പോകുന്ന എനിക്കും തോന്നുന്നില്ല വിനയേട്ട. അപ്പൊ എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്യ, പല്ലും നഖവും ഉപയോഗിച്ച് അവളെ എതിർത്ത് നോക്ക്. ഒരു പക്ഷേങ്കില് അവൾ ഇവിടുന്ന് ഇറങ്ങി പോവായിരിക്കും. സഹിയിട്ട് കഴിയുമ്പോൾ അവൾക്ക് നിക്കിക്കളിയില്ലാതെ അവൾ ഇവിടുന്ന് ഇറങ്ങി പോവാണെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയാണ്. ആഹാ അത് കൊള്ളാലോ. എന്നാ വിനയേട്ടൻ നോക്കിക്കോ, ഞാൻ ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കി വെക്കുമെന്ന് പറയാണ്. ഈ സമയത്ത് വേദ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിക്രം ഈ സമയത്ത് തന്റെ ഫ്രണ്ട്സിനോടൊപ്പം വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് രാധ അങ്ങോട്ട് വരുന്നത്. രാധയ്ക്കാണെങ്കിൽ ഈയിടെ എല്ലാം കട്ടക്കലിപ്പ. വിക്രമും ഇനിയിപ്പം വേദം തമ്മിൽ ഒന്നിക്കോ എന്നൊരു ചിന്ത രാധനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാധ വരുന്ന കണ്ടപ്പോ തന്നെ വിക്രത്തിന്റെ കൂട്ടുകാർ പറഞ്ഞു അതേടെ രാധ വരുന്നുണ്ടല്ലോ എന്ന് പറയണം. പക്ഷെ എന്റെ ദൈവമേ, അടുത്ത മാരണം വന്നു. വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വേതാളം, ഇവിടെയാണ്ട് ഒരു രാധ. മനുഷ്യനൊരു സമാധാനം ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ട ജോസഫേട്ടൻ പറഞ്ഞു നിന്റെ ഒരു ഭാഗ്യേ, പോകുന്നിടത്തെല്ലാം പെണ്ണാണല്ലോ എന്ന് പറയണം. ഇതേ ജോസഫേട്ട വെറുതെ അസ്ഥാനത്ത് കയറി കോമഡി അടിക്കില്ല കേട്ടോ, മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമെന്ന് പറയണം. അങ്ങനെ രാധ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, വിക്രം നീ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുക. എന്ത്? നീ ആ വേതാളത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടോന്ന് ചോദിക്കാം. പിന്നെ ഇറക്കി വിടാനായിട്ട് അങ്ങ് ചെന്നാലും മതി. ഓഹോ, അപ്പൊ നീ അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്ന് ചോദിക്കും. ദേ രാധെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. ഞാൻ ആരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം. അതെ, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ, എന്തേലും മനസ്സിലിരിപ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞേരെ. അന്ന് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, നീ എന്തിനാ എന്നോട് കിടന്ന് ദേഷ്യപ്പെടുന്നേ? ഇത് കേട്ടാ തോന്നുന്നില്ല ഞാൻ അവളുടെ കൂടെ താമസിക്കുന്നത്. അല്ല, അങ്ങനെ താമസിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം? ഞാൻ താലി കിട്ടി പെണ്ണല്ല അവളെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ രാധയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രാധ ഇങ്ങോട്ട് പാഞ്ഞു വരുവാണ്. പിന്നീട് ഒരു കത്തി ഇങ്ങോട്ട് എടുത്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എങ്കിലും വല്ല ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കത്തി ഞാൻ പള്ളക്കി വെച്ചോന്ന് പറയണം. നിങ്ങളെ കൊന്നു കളയെന്ന് പറയാം ഞാൻ. എന്തൊക്കെയാ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രാധ എന്ത് ചെയ്യണം, ആ കത്തിയെടുത്ത് വിക്രത്തിന് നെഞ്ചിന് നേരെ ചൂണ്ടുവാണ്. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്യുക, ആ കത്തിയിൽ അങ്ങോട്ട് കയറി പിടിച്ചിട്ട് പറഞ്ഞു, കുത്തടി, അന്ന് നിനക്ക് ചുണയണ്ടേ കുത്തി എന്നെ അങ്ങോട്ട് കൊല്ല, അങ്ങനെ സമാധാനം ആവില്ലോ എന്ന് പറയാണ്. ഒരു രാധ ഒരു വേദാളോ മനുഷ്യൻ ഒരു സമാധാനം തരത്തില്ല. കൊല്ലുവാണെങ്കിൽ അത്ര സമാധാനമായി. എത്രയും പെട്ടെന്ന് ചാകുന്ന എനിക്കിപ്പോ ഇഷ്ടം എന്ന് പറയാണ്. ഒരു സമാധാനം കിട്ടാത്തൊരു ജീവിതം, നിനക്കൊക്കെ വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ജോസഫേട്ടൻ പറഞ്ഞു, രാധ നീ എന്താ കാണിക്കണേ? കത്തി മാറ്റിക്കൊണ്ട് പോകാൻ പറയാണ്. ഈ സമയം വിക്രം പറഞ്ഞു, അവളൊരു പേനാക്കത്തിയും കൊണ്ട് വന്നിട്ട് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പേടിക്കുന്നോർത്താണ് നീ ഇരിക്കുന്നേ, നിനക്ക് തെറ്റുമോളേന്ന് പറയാണ്. ഇതേടൻ രാധ പറഞ്ഞു, ഓഹോ, അപ്പൊ നീ എന്നെ വിവാഹം കഴിക്കില്ലല്ലേന്ന് ചോദിക്കും. ദേ രാധെ, ഒന്നാമത്തെ കാര്യം ഓർമ്മത്തിന് അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുക. അതെങ്ങനെ ഇറങ്ങി പോകുന്നോർത്ത് മനുഷ്യനുള്ള സമാധാനം പോയിട്ടിരിക്കുക. അപ്പോഴാ ഇനി അടുത്ത വിവാഹം കൂടെ, നിനക്ക് വേറൊരു പണിയില്ലേന്ന് ചോദിക്കുകയാണ്. ജോസഫേട്ടൻ പറഞ്ഞു, രാധെ ഇപ്പൊ നീ തൽക്കാലത്തേക്ക് പോകാൻ പറയണം. പക്ഷെ രാധയ്ക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. രാധ പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പോവാ, പക്ഷെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട, ഞാൻ ഇനിയും വരുമെന്ന് പറയാം. ഇനി ഇപ്പൊ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും, അവളെപ്പോലെ തന്നെ ഞാനും അവിടെ ഒന്ന് ഇരിക്കുമെന്ന് പറയാം. ഇത് കേട്ടെന്ന് വിക്രം പറഞ്ഞൊരു കാര്യം ചെയ്യാം, എല്ലാരും കൂടെ കയറി അങ്ങോട്ട് പുറത്ത് തുടങ്ങിക്കോ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം. എന്നെ കണ്ടിട്ടാണല്ലോ, അത് മതിയില്ലെന്ന് ചോദിക്കുകയാണ്. രാധ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പോയി കഴിഞ്ഞപ്പോ ജോസഫേട്ടൻ പറഞ്ഞു, ഈ പെങ്കൊച്ചിന് തലയ്ക്ക് പിടിച്ച ഭ്രാന്താ, നിന്നോട് അത്രയ്ക്ക് മുഴുത്ത പ്രേമോ, അത് പണ്ട് മുതലേ അങ്ങനെയല്ലായിരുന്നോ? പാവാടാ, ഇങ്ങനെ ഈ ചെലചെലവെന്ന് കിടന്ന് പറയുള്ളൂ, മനസ്സിലൊന്നുമില്ല. ഇത്രയും നാളും നിന്നെ മാത്രം മനസ്സിൽ ഓർത്തിരുന്നിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു വേദനയെന്ന് പറയാം. ഇത് കേട്ടും വിക്രം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ ജോസഫേട്ടാ? ജോസഫേട്ടൻ അറിയാൻ വരെ എന്റെ കാര്യങ്ങള്, വീട്ടിലേക്ക് ചെല്ലാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത്. എന്റെ വേദന ഞാൻ ആരോട് പറയാനെന്ന് പറയാം. ജോസഫേട്ടൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവും, പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവള് മിടിക്കുകയാടാ, നീ ഒന്ന് ഓർത്തു നോക്കിയേ. അന്ന് നിന്നെ അവിടെ നിറക്കാൻ വേണ്ടിയിട്ട്, പോലീസ് സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടിയിട്ട് അവള് വക്കീലിനെ കൊണ്ടുവന്ന് കണ്ടോ?
അവള് മിടിക്കായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ. വേറെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുവോ? എന്റെ അഭിപ്രായത്തിൽ നീ ഒരിക്കലും അവളെ വിട്ടുകളയില്ലെന്നാ പറയണേ. നീ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കണേന്ന് പറയാം. ഇത് കേട്ടതും വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല. വിക്രം പറഞ്ഞു, വേറെ ഒന്നും ജോസഫേട്ടന് പറയാനില്ലേന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു വേദ. എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ കണ്ടെത്തണം. വിക്രത്തിന് എന്താ പറ്റിയത്? വിക്രം പഠനം ഉപേക്ഷിക്കാൻ കാരണം എന്താ? ഇങ്ങനെ ഗുണ്ടാപ്പണിയിലേക്ക് പോകാൻ കാരണം എന്താ? ആരോട് ചോദിച്ചാലാ? ഒരു പക്ഷേങ്കിൽ അമ്മയോട് ചോദിച്ചാൽ അമ്മ സത്യങ്ങളൊന്നും പറയില്ല. ശ്രീ ചേച്ചിയോട് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ നേരെ ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീജയോട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ശ്രീ ചേച്ചി സത്യം പറയുമെന്ന് ചോദിക്കുകയാണ്. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വിക്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ടെന്ന് പറയാണ്. വിക്രത്തിനെ കുറിച്ചോ? അവനെ കുറിച്ച് ഇപ്പൊ എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഒത്തിരി പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മുറിയിൽ കയറി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്സും ട്രോഫികളും എല്ലാം കണ്ടു. പിന്നെ എന്താ ശ്രീജയടുത്തി പറ്റിയത്? വിക്രത്തിന് എന്താ പറ്റിയത്? വിക്രം എങ്ങനെയായി തീരാൻ കാരണം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ശ്രീജ പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്കറിയാം ശ്രീജയടുത്തേക്ക് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന്. കാര്യം എന്താന്ന് പറ. ഇവിടെ എന്താ സംഭവിച്ചത്? വിക്രത്തിന് ഇങ്ങനെ ആയി തീരാൻ കാരണം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുവാണ്. വിക്രത്തിന് എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.